പശ്ചിമേഷ്യയിൽ യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ മേഖലയിൽ മരണസംഖ്യ കുതിച്ചുയരുന്നു. ഇതിനോടകം 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിനുള്ളിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം 1200ഓളം പേർ മരിച്ചതായി ഇറാന് റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. ലബനനിൽ 1000ഓളം പേരും ഇസ്രയേലിൽ 17 പേരും കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള 1000-ലധികം സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടു. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും നയതന്ത്രപരമായ പുരോഗതിയെക്കുറിച്ചുള്ള US വാദങ്ങളെ ഇറാൻ തള്ളിക്കളയുകയാണ്. ഇടനിലക്കാർ വഴി സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നല്ലാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായിട്ടില്ലെന്നാണ് സൂചന. ഇതിനിടെ അമേരിക്കൻ മണ്ണിലേക്കും യുദ്ധം പടരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഭീതിജനകമായിട്ടുള്ള മുന്നറിയിപ്പുകൾ പുറത്തുവരുന്നുണ്ട്. കാലിഫോർണിയയിൽ നടന്ന ഡ്രോൺ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയ്ക്കുള്ളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. യുദ്ധം പുതിയ തലത്തിലേക്ക് വ്യാപിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ തെരുവ് യുദ്ധത്തിലൂടെ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിയ നീക്കത്തെ കടുത്ത ഭാഷയിൽ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഇറാനിൽ ജനകീയ വിപ്ലവം അഴിച്ചുവിടാനുള്ള ഇസ്രായേലിന്റെ ഗൂഢപദ്ധതിക്ക് അമേരിക്ക പിന്തുണയില്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് സാധാരണക്കാർ അനാവശ്യമായി കൊല്ലപ്പെടാൻ താനും ആഗ്രഹിക്കുന്നില്ല എന്നും മുന്നറിയിപ്പ് നൽകി. ഇതോടെ ദീർഘകാല സുഹൃത്തുക്കളായ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അസാധാരണമായ വിള്ളൽ വീണിരിക്കുകയാണ്. ഇറാനിൽ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാക്കി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ അത് വലിയൊരു കൂട്ടക്കൊലയിൽ കലാശിക്കുമെന്ന് ട്രംപ് ഭയപ്പെടുകയാണ്. സമാധാന കരാർ പരാജയപ്പെട്ടാൽ മാത്രം നേരിട്ടുള്ള സൈനിക അധിനിവേശം എന്ന നിലപാടിലാണ് ട്രംപ്. ചൊവ്വാഴ്ച ഇറാൻ സുരക്ഷാ തലവൻ അലി ലാറിജാനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നെതന്യാഹുവും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. ഇറാൻ ഭരണകൂടം ഇപ്പോൾ തകർന്നിരിക്കുകയാണെന്നും ജനങ്ങളെ തെരുവിലിറക്കി വിപ്ലവം നടത്താൻ പറ്റിയ സമയമാണിതെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ വാദം. എന്നാൽ ജനങ്ങളെ വെറുതെ വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് തള്ളിവിടാൻ തങ്ങൾക്ക് എന്താണ് ഭ്രാന്തുണ്ടോ എന്നായിരുന്നു ട്രംപിന്റെ മറുചോദ്യം. മുൻപ് നടന്ന പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ഇറാനികൾ കൊല്ലപ്പെട്ട സംഭവം ഓർത്തതായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ട്രംപിന്റെ എതിർപ്പ് മറികടന്ന് ഇറാൻ ജനതയോട് തെരുവിലിറങ്ങാൻ നെതന്യാഹു ടെലിവിഷനിലൂടെ ആഹ്വാനം ചെയ്തത് വൈറ്റ് ഹൌസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഒരു സമാധാന കരാറിനായി ശ്രമിക്കുമ്പോൾ ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ നെതന്യാഹു സൈന്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ടെൽ അവീവിലെ ഭൂഗർഭ ബങ്കറിൽ നടന്ന യോഗത്തിൽ അമേരിക്കയുടെ സമാധാന നീക്കങ്ങൾ ഇസ്രയേലിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഉയർന്നു. ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കുക, ആണവായുധ ശേഷി ഇല്ലാതാക്കുക, നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നീ 3 ലക്ഷ്യങ്ങൾ നേടിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. എന്നാൽ ഭരണമാറ്റം എന്ന ലക്ഷ്യം അമേരിക്കയുടെ ഔദ്യോഗിക പട്ടികയിലില്ല. ഇതിനിടെ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ട്രംപ് തയ്യാറെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2000 പാരാട്രൂപ്പർമാരോടുകൂടി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങാൻ പെന്റഗൺ ഉത്തരവിട്ട് കഴിഞ്ഞു. അമേരിക്ക മുന്നോട്ട് വെച്ച 15-ന് സമാധാന കരാർ ഇറാൻ തള്ളിക്കളഞ്ഞു. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാറ്റണമെന്നും യുദ്ധനഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. കൂടാതെ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ വാശി സൗദി അറേബ്യയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഒരു വശത്ത് ചർച്ചയ്ക്ക് കൈ നീട്ടുമ്പോൾ മറുവശത്ത് ശക്തമായ സൈനിക നീക്കത്തിനും കോപ്പുകൂട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് അമേരിക്കയുമായുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അമേരിക്കൻ സമാധാന കരാറിനെതിരെ ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ വെറും തള്ളിക്കളയൽ മാത്രമല്ല, മറിച്ച് മേഖലയിലെ ശക്തി പ്രകടനത്തിലൂടെ ഉടനീളം നീക്കം കൂടിയാണ്. ഹോർമോസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ ആവശ്യം ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഈ ആവശ്യത്തെ സൗദി അറേബ്യയും UAEയും കടുത്ത ഭാഷയിൽ എതിർത്തു കഴിഞ്ഞു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ട്.